السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ലാതിന്നിലെ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസ് താമന്നാനെ അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനെ. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, പരമകാരുണികനായ റബ്ബ് തആല അവന്റെ കരുണ കടാക്ഷം നമ്മിൽ സദാ വർഷിപ്പിക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹത്തിന് അർഹരായവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്ത് അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പ്രഥമ വെള്ളിയാഴ്ചയിലാണ് നാം നിലകൊള്ളുന്നത്. സയ്യിദുൽ ശുഹൂർ എന്ന മാസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഷഹ്റു റമദാൻ, ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. അപ്പൊ മാസങ്ങളുടെ നേതാവും ദിവസങ്ങളുടെ നേതാവും സമ്മിശ്രമായി സമ്മേളിച്ച ഒരു ദിനമാണ് ഈ വെള്ളിയാഴ്ച എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒരുമിച്ച് കൂടൽ വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഒരു റമദാൻ ശരീഫ് കൂടി നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിലേക്ക് ഒരു റമദാൻ ശരീഫ് കൂടി എഴുതി ചേർക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും പറയേണ്ടതാണ് അൽഹംദുലില്ലാഹ്. അതിന്റെ പ്രാധാന്യം നമുക്ക് തിരിയുന്നത് എപ്പോഴാ? നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത്
45 റമദാൻ ഷരീഫ് സ്വീകരിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. എന്നാൽ 44 കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറവ് തന്നെയാണ്. റമദാൻ ഷരീഫിനെ ജീവിതത്തിൽ ധാരാളമായി സ്വീകരിക്കാൻ തൗഫീഖ് ഉണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റമദാൻ ഷരീഫിൽ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നത്. അപ്പോ ആ മാസങ്ങളുടെ നേതാവും ദിവസങ്ങളുടെ നേതാവും വെള്ളിയാഴ്ചയും ആണ്. ആ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. എല്ലാവിധ അനുഗ്രഹവും അല്ലാഹു തആല നമ്മെ നൽകി അവന്റെ വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, റമദാൻ ഷരീഫ് എന്തിനുള്ളതാണ്? മാസങ്ങളുടെ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ റമദാൻ ഷരീഫ് എന്തിനുള്ളതാണ്? കഴിഞ്ഞ മാസങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് റമദാനു ലിതത്ഹീരിർ റൂഹി, റൂഹിനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് റമദാൻ എന്ന്. ശരീര സംസ്കരണത്തിന് റജബ് ശ്രദ്ധിക്കുകയും മനസ്സിനെ ഖൽബിനെ ശുദ്ധീകരിക്കാൻ ശഅബാൻ മാസത്തെ ഉപയോഗപ്പെടുത്തണമെന്നും, എന്നാൽ മാത്രമാണ് റമദാൻ ഷരീഫിൽ റൂഹിനെ സംസ്കരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. തത്ഹീറുർ റൂഹ്, റൂഹിനെ സംസ്കരിക്കുക. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്. ആത്മസംസ്കരണത്തിന്റെ മാസം. ഈ മാസം കഴിഞ്ഞു കടക്കുമ്പോൾ എത്രമാത്രം സംസ്കരണം സിദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് നാം പരിശോധിക്കുന്നത്. എന്താണ് ആത്മാവ്? ആത്മസംസ്കരണം എന്ന് പറഞ്ഞല്ലോ. എന്താണ് ആത്മാവ്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ എന്താണ് ആത്മാവ്? ആത്മാവിനെ സംബന്ധിച്ച് ഒരു ശാസ്ത്രവും നമുക്ക് വിശദീകരണം നൽകിയിട്ടില്ല. AI ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നല്ല ഒരു ടെക്നോളജിക്കും ആത്മാവ് എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയും ഇല്ല. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആൻ ശരീഫ് ആത്മാവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. സൂറത്തുൽ ഇസ്രാ 85-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, യസ്അലൂനക അനിർ റൂഹ്. നബിയെ, അവരങ്ങയോട് റൂഹിനെ കുറിച്ച് ചോദിച്ചു വരുന്നുണ്ട്. ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. സിർറുൽ ഹയാത്ത്, ജീവിതത്തിന്റെ രഹസ്യമാകുന്ന അടിസ്ഥാനമാകുന്ന ആത്മാവിനെ കുറിച്ച് അങ്ങയോട് അവർ ചോദിക്കുന്നുണ്ട്. അവരോട് അങ്ങ് പറയേണ്ടത് എന്താണെന്നറിയോ? ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. എന്റെ രക്ഷിതാവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ് ആത്മാവ് എന്നത്. അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല കൊടുത്ത കൽപ്പന. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണം കൂടിയുണ്ട്. മക്കയിലുള്ള ഖുറൈശികൾ യഹൂദികളെ സമീപിച്ചു. എന്നിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലണം. ഉത്തരം മുട്ടിക്കുന്ന എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം. നീ നബിയല്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം നിങ്ങൾ അവരോട് ചോദിക്കണമെന്ന് ഖുറൈശികൾ യഹൂദികളോട് ആവശ്യപ്പെട്ടു. യഹൂദികൾ വന്നുകൊണ്ട് ചോദിച്ചതാണ്, മർറൂഹ്, എന്താണ് റൂഹ്? അവർക്കറിയാം റൂഹിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുകയാണ് എങ്കിൽ നബിയല്ല എന്ന് സ്ഥിരപ്പെടുത്താൻ അവർക്ക് തെളിവുകളുണ്ട്. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ, അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു നബിയും റൂഹിനെ കുറിച്ചുള്ള ഒരു വിശദീകരണവും നൽകുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യഹൂദികൾ വന്നുകൊണ്ട് ചോദിച്ചതിന്റെ ലക്ഷ്യം എന്താ? റൂഹിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണ് എങ്കിൽ നീ നബിയല്ല എന്നതിനുള്ള തെളിവ് ഞങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അവർ വന്നത്. അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു, നബിയെ, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, എന്റെ രക്ഷിതാവിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ്, തീരുമാനത്തിൽപ്പെട്ടതാണ് റൂഹ് എന്ന് അവർക്കങ്ങ് പറഞ്ഞു കൊടുക്കുക. എന്നാൽ ആത്മാവിന്റെ ചില രൂപവ്യത്യാസങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആത്മാവിന്റെ ചില വ്യത്യാസങ്ങൾ, അതിലൊന്നാണ് നഫ്സുൽ അമ്മാറ.
നഫ്സുൽ അമ്മാറ, അതിനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സ് എന്നാണ് നമുക്ക് അർത്ഥം വെക്കാൻ കഴിയുന്നത്. അങ്ങനെ റൂഹിന്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ ശരീഫ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നഫ്സുൽ അമ്മാറ, തിന്മ ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് നഫ്സുൽ അമ്മാറ, നമ്മുടെ ആത്മാവിന്റെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ ശരീഫ് നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ് നഫ്സുൽ അമ്മാറ. പിന്നെ ഒരു അവസ്ഥയുണ്ട് നഫ്സുൽ ലവ്വാമ, കുറ്റബോധമുള്ള മനസ്സ്. കുറ്റം ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും, എന്നാൽ ചെയ്തു പോയ കുറ്റത്തിൽ കുറ്റബോധം ഉണ്ടാവുക എന്നത് അതെല്ലാവർക്കുമുള്ള കാര്യമാണ്, അല്ലേ? കുറ്റബോധം എന്നുള്ളത് മനുഷ്യത്വം അല്പമെങ്കിലും ഉള്ളവർക്ക് മാത്രമാണ് കുറ്റബോധം ഉണ്ടാവുകയുള്ളൂ. കുറ്റബോധമില്ലാത്ത ആളുകൾ ലോകത്തുണ്ടായിരുന്നു എന്നുള്ളതിന് ജെഫ്രി എപ്സ്റ്റീനെ പോലുള്ളതായ ആളുകൾ നമുക്ക് തെളിവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വരുമ്പോ ഞെട്ടിക്കുന്നതായ വെളിപ്പെടുത്തലുകളാണ് ലോകം കണ്ടത്. മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ്, ഫയലുകളാണ് എപ്സ്റ്റീൻ ഫയലുകളിലൂടെ ലോകം കണ്ടത്. നൂറുകണക്കിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും ഉന്നതന്മാർക്ക് മുമ്പിൽ കാഴ്ചവെക്കുകയും ചെയ്ത കുറ്റബോധം എന്നത് ലേശമില്ലാത്ത എപ്സ്റ്റീൻ എന്ന് പറയുന്നതായ മനുഷ്യനെ കുറിച്ച് ലോകം ഈ അടുത്ത സമയത്ത് മുതൽ പഠിക്കുകയാണ്. 2019 അയാൾ മരണപ്പെട്ടു പോയി. 2019 മരണപ്പെട്ടു പോയ അമേരിക്കയിലെ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നതായ ആ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അവൻ തയ്യാറാക്കി വെച്ചതായ ഫയലുകൾ പിന്നീട് ലോകം പരിശോധിക്കുകയുണ്ടായി. 2.5 ദശലക്ഷം ഫയലുകൾ ഇനിയും പരിശോധിക്കാനുണ്ട്. ഇപ്പോൾ പരിശോധിച്ചതോ 3.5 ദശലക്ഷം ഫയലുകളാണ്. ഫയലുകൾ പരിശോധിച്ചപ്പോ എന്താണ് വെളിയിൽ വരുന്നത്? ഉന്നതന്മാരായ ഒരുപാട് ആളുകൾ ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. ഡൊണാൾഡ് ട്രംപ് അടക്കം, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം അവന്റെ ഫയലിൽ പേര് വന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ, കുറ്റബോധമില്ലാത്ത മനുഷ്യർ. എപ്സ്റ്റീൻ എന്ന് പറയുന്നതായ ഒരു ദ്വീപ് തന്നെ. ബഹുമാനികളെ, ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്രയധികം വലിയ കുറ്റവാളിയായ ഈ മനുഷ്യന്റെ അടുക്കൽ കഅബയുടെ കിസ്വയെത്തി എന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ. അതെങ്ങനെ മുസ്ലിമീങ്ങൾ അറിയാതെ എങ്ങനെയാണ് അവന്റെ അടുക്കൽ എത്തുന്നത്? ശതകോടീശ്വരനായ ഈ ഒരു ധനാഢ്യന്റെ മുമ്പിൽ, ശതകോടീശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം $100 കോടി അപ്പുറം സാമ്പത്തിക ഭദ്രതയുള്ള ആളാണ്. പൈസയും അതുപോലെ തന്നെ ബന്ധങ്ങളും ഉണ്ട് എങ്കിൽ എന്തും ചെയ്യാം എന്നതിനുള്ള തെളിവാണ് എപ്സ്റ്റീൻ ഫയലുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കഅബയുടെ കിസ്വ, അസീസ അഹമ്മദി എന്ന് പറയുന്ന ഒരു പെണ്ണ് ആണ് അവർക്ക് അയച്ചു കൊടുത്തേക്കുന്നത്. അതിനുള്ള തെളിവുകൾ, ഇമെയിൽ അഡ്രസ് തെളിവുകൾ നമുക്ക് മുമ്പിൽ നിരത്തുന്നുണ്ട്. ബഹുമാനികളെ, എന്താണെങ്കിലും കുറ്റബോധമില്ലാത്ത മനുഷ്യർ, അവരെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്തിന് അപകടമാണ്, മനുഷ്യരാശിക്ക് തന്നെ അപകടമാണ്. നമ്മിൽ എത്രമാത്രം അതിന്റെ അളവുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ ഭാഗത്ത് നിന്നൊരു കുറ്റം സംഭവിച്ചാൽ കുറ്റബോധം എന്നത് നമ്മിൽ ഉണ്ടാകാറുണ്ടോ? നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, കുറ്റബോധമുള്ള മനസ്സ്. മൂന്നാമത്തെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ് നഫ്സുൽ മുത്മഇന്ന, സമാധാനമുള്ളതായ മനസ്സ്, സമാധാനം അടഞ്ഞതായ മനസ്സ്. ബഹുമാനികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? നമ്മുടെ ആത്മസംസ്കരണത്തിന് വിശുദ്ധ റമദാൻ ശരീഫ് നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയേക്കുന്നത് തന്നെ നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ്. ജീവിത സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ പലപ്പോഴും തിന്മയിലേക്ക് നാം പോയിരിക്കാം.
എന്നാൽ ആ തിന്മകളെ കുറ്റബോധത്തോടുകൂടെ നാം ചിന്തിക്കുകയും പിന്നീട് നമ്മുടെ മനസ്സിനെ സമാധാനമടയുന്ന പൂർണ്ണമായ സംസ്കരണം സിദ്ധിച്ചതായ ഒരു മനസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ കഴിയണം. അതിനുള്ള അവസരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ ശരീഫിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. നാം ആ രീതിയിൽ ആക്കുന്നുണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ പരിശുദ്ധരാക്കിയത് അവർക്കാണ് വിജയം. വഖദ് ഖാബ മൻ ദസ്സാഹ, ആത്മാവിനെ ആ ഒരു നാശത്തിൽ തന്നെ, മോശമായ അവസ്ഥയിൽ തന്നെ നിലനിർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്നും പരാജിതരാണെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് സാക്ഷ്യപ്പെടുത്തുകയാണ്. നോമ്പിനെ അല്ലാഹു തആല നിർബന്ധമാക്കിക്കൊണ്ട് നമ്മളോട് പറഞ്ഞത് എന്താ? ലഅല്ലക്കും തത്തഖൂന. പരിശുദ്ധ റമളാൻ ശരീഫിലെ നോമ്പിനെ അല്ലാഹു തആല നിർബന്ധമാക്കിക്കൊണ്ട് നമ്മളോട് പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂന എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി തീരുന്നതിന് വേണ്ടിയാണ് നോമ്പിനെ നിർബന്ധമാക്കിയതെന്നാണ്. നമ്മൾ അന്നപാനീയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് വികാര വിചാരങ്ങളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ സത്യത്തിൽ തഖ്വയിലേക്കുള്ളതായ യാത്രയെ നമ്മെ സഹായിക്കുന്നുണ്ടോ? നമ്മുടെ നോമ്പ് പരിശോധിക്കേണ്ടതുണ്ട്. ലഅല്ലക്കും തത്തഖൂന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ബഹുമാനികളെ, നോമ്പ് കൃത്യമായ നോമ്പാകുമ്പോൾ മാത്രമാണ് അത് സാധ്യമാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. വെറുതെ പട്ടിണിയിരിക്കൽ മാത്രമാകരുത് നമ്മുടെ നോമ്പ്. സമയം പോകുന്നതിന് വേണ്ടി മൊബൈൽ ഫോണുകളും റീൽസുകളും എല്ലാം നാം ഉപയോഗപ്പെടുത്തുന്നു എങ്കിൽ എന്താണ് നമ്മുടെ നോമ്പിനുള്ളതായ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മുടെ നോമ്പ് എന്നത് വെറും പട്ടിണിയായ ലഅല്ലക്കും തത്തഖൂൻ എന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയുകയില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ നോമ്പ്? അല്ലാഹു തആല ഉദ്ദേശിച്ച നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇംസാക്. സൗമ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നേക്കുന്ന സൗമ് എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്. ഇംസാക് എന്താ? ഇംസാക് നിയന്ത്രിക്കുക. നിയന്ത്രിക്കുക. അന്നപാനീയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കൽ മാത്രമല്ല, വികാര വിചാരങ്ങളെ ഉപേക്ഷിക്കൽ മാത്രമല്ല, നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ തിന്മയിൽ നിന്നും സൂക്ഷിക്കുമ്പോഴാണ് അൽ ഇംസാക് എന്ന വാക്ക് പൂർണ്ണമാവുകയുള്ളൂ. വെള്ളം കുടിച്ചു, മനഃപൂർവ്വം നമ്മൾ വെള്ളം കുടിച്ചു, ദാഹം ശക്തമായി വെള്ളം കുടിച്ചു, നമ്മൾ എന്താ ചിന്തിക്കുക? ഇനി നോമ്പ് ഖളാ വീട്ടണം, അല്ലേ? നോമ്പ് മുറിഞ്ഞില്ലേ വെള്ളം കുടിച്ചപ്പോ? മുറിഞ്ഞു. എന്നാൽ ഒരു ഹറാമായ കാഴ്ച നാം കണ്ടു, അല്ലെങ്കിൽ ഒരാളുടെ ഗീബത്ത് പറയുന്നത് നമ്മൾ കേട്ടു. എന്റെ നോമ്പ് മുറിഞ്ഞല്ലോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഇനി ഞാൻ നോമ്പ് ഞാൻ ഖളാ വീട്ടണമല്ലോ റബ്ബേ, വെള്ളം കുടിക്കാത്ത നിലയിൽ ഒരു നോമ്പിനെ പൂർത്തീകരിക്കാൻ ഖളാ വീട്ടണമല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലെ ഒരു ഹറാമ് ചെയ്യാതെ, ഒരു ഹറാമ് കാണാതെ, ഒരു ഹറാമ് കേൾക്കാതെ ഈ നോമ്പിന് ഞാൻ പിന്നീട് ഖളാ വീട്ടണമല്ലോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ. അങ്ങനെയുള്ള നോമ്പിനെയാണ് ബഹുമാനികളെ ലഅല്ലക്കും തത്തഖൂൻ എന്നതായ ഗണത്തിൽ നമുക്ക് പെടുത്താൻ കഴിയുകയുള്ളൂ. അതല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്? മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി, ആരാണോ മോശമായ പ്രവർത്തനങ്ങളും മോശമായ സംസാരങ്ങളും ഉപേക്ഷിക്കാത്തത്, ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് ഒരു ആവശ്യവും ഇല്ല, ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവന്റെ ഭക്ഷണ പാനീയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പട്ടിണിയിരിക്കുന്നത് കൊണ്ട് അല്ലാഹുവിന് ഒരു ആവശ്യവും ഇല്ല എന്ന്. ചിന്തിച്ചു നോക്കൂ ബഹുമാനേ, നമ്മുടെ നോമ്പ് എങ്ങനെയുള്ളതായിരിക്കും? ഇത് ഇത്രയും ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്സ്റ്റീനെ കുറിച്ച് പറയാനും കാരണമുണ്ട്. എന്താണെന്നറിയോ? കഴിഞ്ഞ വർഷത്തെക്കാളും മോശമാണ് ഈ വർഷം. 2019 അവൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവനെ പോലുള്ളതായ ഒരുപാട് എപ്സ്റ്റീനുമാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ള മനസ്ഥിതി ഒരു അല്പമെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലും വന്നിട്ടുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെക്കാളും മോശമാണ് ഈ വർഷം. അടുത്ത വർഷം ഈ വർഷത്തെക്കാളും മോശമായിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ്. ഒരു ദിവസം കഴിയുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള ദിവസത്തെക്കാളും ഷർറായിരിക്കും അടുത്ത ദിവസം വരുന്നതെന്ന് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്നതാണ്.
ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നോമ്പിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം, വളരെയധികം നമ്മൾ ഗൗരവത്തിലെടുക്കണം. എന്താണെന്നറിയോ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് പറയുന്ന ഒരു വാക്കുണ്ട്. അവന്റെ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയും, നമ്മളെ നോക്കിക്കൊണ്ട്. ഏതാണ് ഈ നമ്മൾ? നല്ല രീതിയിൽ നോമ്പെടുക്കുന്ന നമ്മളാണെങ്കിൽ ആ നമ്മളെ നോക്കിക്കൊണ്ട് അല്ലാഹു തആല അഭിമാനം പറയും മലക്കുകളോട്, യാ മലായിക, അല്ലയോ മലക്കുകളെ, ഉൻദുറൂ ഇലാ അബ്ദി, നിങ്ങൾ എന്റെ അടിമയിലേക്ക് നിങ്ങൾ നോക്കൂ, നിങ്ങൾ എന്റെ അടിമയിലേക്ക് നോക്ക്. തറക ശഹ്വതഹു വലദതഹു വതആമഹു വശറാബഹു മിൻ അജ്ലി, എന്റെ അടിമ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിച്ചത്, വികാര വിചാരങ്ങളെ ഉപേക്ഷിച്ചത്, തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ അവൻ തീരുമാനമെടുത്തത് മിൻ അജ്ലി, എനിക്ക് വേണ്ടിയാണ്, എന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ഇത് അഭിമാനം പറയും ബഹുമാനികൾ. അങ്ങനെ അഭിമാനം പറയുന്ന നിലയിലേക്ക് നമ്മുടെ നോമ്പ് മാറിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരായിട്ട് നമ്മൾ മാറുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ചയിൽ സൂചിപ്പിക്കാം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പ് അവൻ പൊരുത്തപ്പെട്ട നോമ്പായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനികളെ, റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എപ്പോഴും നമ്മളൊരു സഹായം നൽകാറുണ്ട്, സഹചാരി എന്ന് പറയുന്നതായ ആ സംവിധാനത്തിലേക്ക്. സമസ്തയുടെ കീഴിലുള്ള സഹചാരി എന്ന ആ ഒരു പ്രസ്ഥാനം ഒരുപാട് ഹൃദ്രോഗികൾ, കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, അങ്ങനെ ഒരുപാട് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിലേക്ക് റമദാൻ ശരീഫിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ആ വലിയ സഹായത്തിന്റെ വടവൃക്ഷത്തിന്റെ ഭാഗമാകാൻ റമദാൻ ശരീഫിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ, ഒരു സമൂഹത്തെ നമുക്ക് സഹായിക്കാൻ എത്ര നമ്മളെ കൊണ്ട് കഴിയും. എന്നാൽ ഒരു സമൂഹത്തെ സഹായിക്കാൻ വലിയൊരു സംവിധാനം നമുക്ക് മുമ്പിൽ ഏർപ്പെടുത്തുമ്പോൾ അതിന്റെ ഒരു ഭാഗമാകാൻ നമ്മെ കൊണ്ട് കഴിയുന്ന പരമാവധി അത്രയും ഭാഗമാകാൻ നമുക്ക് കഴിയുമെങ്കിൽ റമദാൻ ശരീഫിൽ നമ്മൾ ചെയ്യുന്ന വലിയ സൽക്രമമാണ്, സുഹൃതമാണ്. അതുകൊണ്ട് സഹചാരി പിരിവ് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം ഉണ്ടാകും. എല്ലാവരും നല്ല രീതിയിൽ, നല്ല ആത്മാർത്ഥ മനസ്സോടുകൂടെ സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചതുപോലെ റമദാൻ ഫണ്ട് നോമ്പുതുറയിലും അതുപോലെ തന്നെ റമദാൻ കിറ്റിലേക്കുമുള്ള ഫണ്ടിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. 5000 രൂപയാണ് ഒരു ദിവസത്തെ നോമ്പുതുറ. കഴിഞ്ഞ ദിവസം, ഇന്നിപ്പോ നോമ്പ് 2 ആണല്ലോ, നോമ്പ് 1-ന് അൽഹംദുലില്ലാഹ് എന്ത് സിസ്റ്റമാറ്റിക്കായ നിലയിലുള്ള സംവിധാനമാണ് നമ്മുടെ മഹല്ല് ഏർപ്പെടുത്തിയേക്കുന്നത്. ഒരുപാട് ആളുകൾ സന്തോഷത്തോടുകൂടെ നോമ്പു തുറക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടപ്പോൾ വലിയ സന്തോഷം കണ്ണിനും മനസ്സിനും ഉണ്ടായി എന്നത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. അതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സമ്പത്ത് അതിൽ ഭഗവാൻ കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ കൊടുക്കാത്തവരുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് നാളേക്കുള്ള നല്ലൊരു മുതൽക്കൂട്ടാണ്. ഇൻഷാ അല്ലാഹ് കമ്മിറ്റിയെ ഇന്ന് തന്നെ കണ്ടുകൊണ്ട് ഒന്നുകിൽ ഇന്ന് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നേക്കാമെന്ന് നമ്മൾ ഏറ്റിട്ട് പോവുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതെല്ലാവരും ഗൗരവത്തിലെടുക്കണം. പള്ളിയുടെ വടക്കേ ഗേറ്റിന് മുമ്പിലുള്ള പറമ്പ്, അതായത് ഈ വശത്തുള്ള ആ ഗേറ്റിന് മുമ്പിലുള്ള പറമ്പ്, അത് വാഹനങ്ങൾ നിർത്തുന്നതിന് വേണ്ടി നമുക്ക് പാർക്കിംഗ് ഏരിയ ആയിട്ട് അവർ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മഗ്‌രിബിന് വന്ന ആളുകൾ എല്ലാവരും 2 വീലർ 2 ഭാഗത്തോട് വെച്ചു. ഞാൻ പോയി കണ്ടു നേരിട്ട്. എന്താ അവസ്ഥ എന്നറിയാം, ഒരു കാറിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്. നമ്മുടെയൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നതല്ല. മറ്റു മതവിശ്വാസികൾക്കാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് വെറുതെ ആയി പോകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വല്ലാത്തൊരു ഷർറായിട്ടുണ്ടല്ലോ, വല്ലാത്തൊരു ശല്യമായിട്ടുണ്ടല്ലോ. നമ്മളൊരു ശല്യമായിട്ട് മാറിയാൽ അത് അപകടമാണ്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അൽഹംദുലില്ലാഹ് ജമാഅത്ത് കമ്മിറ്റി നമുക്ക് നല്ലൊരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ആ വടക്ക് വശത്തുള്ള ഗേറ്റിന് മുമ്പിലുള്ള ആ പറമ്പ് നമ്മൾ ഉപയോഗപ്പെടുത്തണം, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. മുഹമ്മദ് എന്ന സഹോദരൻ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്.
അല്ലാഹു തആല സഹോദരന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോമ്പുതറയിലേക്ക് സഹായിച്ച ഒരുപാട് ആളുകൾ, രോഗികളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഒരു ബന്ധു ഓപ്പറേഷൻ നേരിട്ടുന്നുണ്ട്, പ്രത്യേകം ദുആക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ പൊന്നുമോളുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അതിനു മുമ്പ് മയ്യത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ചാഴൂർ ഹംസ ഭാര്യ മൈമൂന എന്ന സഹോദരിക്ക്, പുത്തൻചിറ ചിറക്കുഴി മുഹമ്മദ് ഹാജി ഭാര്യ ജമീല എന്നിവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും റബ്ബേ അതെല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണം റഹ്മാനെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ കടക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. കുറ്റങ്ങൾ ഒരുപാട് ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. കുറ്റബോധ മനസ്സ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പള്ളിയിലേക്ക് ഒരുപാട് ആളുകൾ നോമ്പുതുറക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അവരെ നീ സഹായിക്കണം റഹ്മാനെ. അവരുടെ സദഖകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. രോഗികളായിട്ടുള്ളവർക്ക് നീ ശിഫാ നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. ഖൈറായ തീരുമാനം അവരിലും ഞങ്ങളിലും നീ നടപ്പാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അവരുടെ സഹായങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയുള്ള പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ ഖൈറിന്റെ വാതിലും അവരിലും ഞങ്ങളിലും നീ തുറക്കണം റഹ്മാനെ. വയനാടുള്ള ഒരു സഹോദരൻ 1000 രൂപ പള്ളിയുടെ പണിയിലേക്ക് സംഭാവന നൽകി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, ആ സഹായത്തെ നീ സ്വീകരിക്കണം റഹ്മാനെ. ആ സഹോദരന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ഏവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. പടച്ചവനെ, വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്, പള്ളിയെ സഹായിക്കുന്നവരുണ്ട്. അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. കുടുംബങ്ങളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പള്ളിയിലെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അതിനെ സജ്ജീകരിക്കുന്നതിനും മറ്റുമായി കൊണ്ട് ഒരുപാട് ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സിഗാറ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക